ബങ്ങാട് കോയ കുഞ്ഞാപ്പൂന്റെ വാപ്പ സെയിനന്റെ ലൈന് മോനെ ജാടേ ഇച്ചോ ഇറങ്ങി കാനകളി മതി. എന്താ ഒരു കൊഞ്ചല് അപ്പച്ചിന്റെ മൂട്. എന്റെ മൂടോ? അതല്ല പെച്ചിപ്പച്ചിന്റെ മൂട് മാറ്റാനേ മാറ്റി. മോൾട്ടി പെച്ചിപ്പച്ചിന്റെ സ്വഭാവം മാറ്റാൻ പറഞ്ഞോടെ. ഇന്റെ മൂട് മാറ്റാൻ ഓള് അന്നെ വിട്ടൊക്കെ. മോൾട്ടിയെ ഇവിടെ എന്തിനാ ഓരോന്ന് പറഞ്ഞാൽ വരെ മൂപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതല്ല പെച്ചേ, എല്ലാരും റബ്ബി ലെവലിനല്ലേ കൂടി ഇരിക്കുക. അപ്പൊ എനിക്ക് കുറച്ച് ഫർണിച്ചറും സാധനങ്ങളൊക്കെ വാങ്ങാം. എന്റെ ആ നെളിച്ചിത്തരം എന്റെ അടുത്ത് നടക്കൂല. എന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലോ എനിക്ക് ഞാൻ വാങ്ങി തരാന്നുള്ളത്. അങ്ങള് വാങ്ങിയ നല്ല കണക്കായി ഒക്കെ ലോക്കൽ സാധനങ്ങളൊക്കെ. അതിന് എനിക്ക് പ്രീമിയം സാധനം വേണം നടക്കൂടെ നടക്കല്ലേ. കണ്ടോ ഓന് കാര്യം മനസ്സിലായി. അതിന് എന്റെ അടുത്ത് പൈസ ഇല്ല പറഞ്ഞാ പൈസ ഇല്ല. അതിന് വോൾട്ടേജ് പഠിച്ചണ്ട. ഇതെവിടുത്തെ പൈസ? പെച്ചിന്റെ പോക്കറ്റിൽ പൈസ എടുത്തിക്കാണ്ട് പോയിക്കേ കൊണ്ടേന്ന്. പൂച്ചിച്ചൂളാനെ കുറഞ്ഞ പൈസക്ക് എന്നാ സാധനം കിട്ടുന്നു അന്നാണ് എന്റെ കൂടി ഇരിക്കുക. ഇപ്പച്ചേ കുറഞ്ഞ പൈസക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കട ഉണ്ട്. ഓലനെ അവിടെ ഉണ്ടാക്കണോണ്ടേ കുറഞ്ഞ പൈസക്കാ കൊടുക്കണത്. എനിക്കറിയോ? എന്നാ ഞിച്ച് തൊള്ളർന്ന എന്റെ പാലടിച്ച് ഞാൻ പൊട്ടിക്കാം. അതെവിടെ? വട്ടപ്പറമ്പുള്ള LK ഫർണിച്ചറിലേ. അതൊക്കെ എല്ലാരും പറഞ്ഞ വർത്താനാണ്. ഓല് ഉണ്ടാക്കണോണ്ട് ഓർക്ക് കുറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റും. നേരിട്ടാണ് കണ്ടു ബോധ്യപ്പെടണം. ഞാനൊന്നും പോയി നോക്കട്ടെ. പോരെ നീർക്കോലിനെ കണ്ടോ? അതിനല്ലേ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കണേ? ഒറ്റൊന്നും തന്ന മലമ്പാമ്പല്ലേ ഇന്റെ ഇപ്പൊ നീർക്കോലി ഉണ്ടായിരുന്നു. ഓനെ കണ്ടോ? അത് പറഞ്ഞാ പോരെ. മനുഷ്യനെ പേപ്പിച്ച ഓരോ സാധനം കൊടുത്തിട്ടുണ്ട്. ഇത് കോയനെ കണ്ടോ? കോയ ചങ്ങായെ തവളാറിലൊരു സാധനം എന്റെ ഒപ്പം വന്നിന്. ഇത് ചവച്ചോണ്ട് നിൽക്കാതെ എന്തേലൊക്കെ ഒന്ന് ചിലക്കേ. ഇതങ്ങനെ മുന്നിക്കത്തെ ഇങ്ങോട്ട് ഇറങ്ങി പോകാനുള്ളതല്ലേ. ഇവിടെ ഒട്ടകുണ്ട്. ചട്ടകോ? ചട്ടകല്ല ഒട്ടകം. ആരുടെ പറഞ്ഞ ഒട്ടകോണ്ട് നടക്കാൻ കിട്ടും? നീർക്കോലിയെ ലോകത്തിലെ ഏറ്റവും ചെറിയ കാളയാണിത്. സിനിമയിലൊക്കെ ഉള്ള മാളെ എവിടെ? ആരാണ്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീർക്കോലിയെ ഇവിടെ വാ. ഇതാണ് ഞാൻ പറഞ്ഞ ഒട്ടകം. എവിടെ? ഇതാക്കണു. കായും പോട്ടാനും ജീവല്ല. നീർക്കോലിയെ നീ കാണിച്ച നീരാത് പറയരുത്. ഇതാണ് കുതിര. മുതര ലേസം കാട്ടിയായി കുതിരല്ലേ മനുഷ്യന്മാർ ഇവിടെ വന്നാ തിന്ന. കൊമ്പങ്കാട് കോയ വൈക്കോലുണ്ടപ്പടി. ഒരു മിനിറ്റ്. ഇതേ ലുങ്കിടി പറഞ്ഞ പ്രാങ്ഷോ കണ്ടോ? ഒരു ചാറ്റടിക്ക് ടിവിയിലൊക്കെ വരുമല്ലേ. ഇപ്പത്തെ കുട്ടികളെ കാര്യം അതാപ്പൊ ഇതിന് വേറെ സൂയിപ്പ് പെട്ടു. ഒന്നും കൂടി എഴുതിക്കോ. കൊമ്പങ്കാട് കോയ. എന്താ കാക്കങ്ങളെ ഫോണ് തട്ടിപ്പറിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു വിധ കൂസലുമില്ലല്ലോ. കാട്ടിക്കാച്ചി എന്റെ മാർക്കത്തെ ഒരു പ്രാങ്കരം വന്ന് പോയിട്ടുള്ളൂ. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്. പിന്നെയും വന്നു ഈ പ്രാങ്കരം. അവസാനം ഞാൻ സമ്മാനം തരുന്നവരേ ഉണ്ടാവും. അടച്ച റബ്ബേ ഇത് കൈക്കൊന്ന് പോയല്ലോ. എങ്ങനെ നോണ്ടിയാലും എന്നെ ഞാൻ അറിയും. ചാല് അങ്ങൾ ആ തരികടെ പോയിന്റ് എടുത്ത് നടക്കൂല. മര്യാദക്ക് വാങ്ങി തന്നെ. എന്റെ അടുത്ത് പൈസ ഇല്ല. എന്റെ അടുത്ത് പൈസ ഇല്ലാറില്ല. ഞാൻ പണയം വെച്ച് കടയിൽ നിന്ന് ഞാൻ വാങ്ങും. കുടുങ്ങി ദിനങ്ങൾ എടുത്തോളി. ഒരു ഉസ്മാക്കാന്റെ കുട്ടിയില്ലേ ഓളെ ബർത്ത്ഡേ ആണെന്ന് നോക്കി ഈ ഡയറി മിൽക്ക് ഒന്ന് കൊണ്ടുപോകും. പേടിത്തൂറി ആൺകുട്ടികൾ നസീർ ഉണ്ട് നിങ്ങളെ മകൾക്ക് മുട്ടായി കൊടുക്കാൻ പറ്റും. അനച്ചൊന്ന് കാണല്ലോ അങ്ങോട്ട് വരട്ടെ. ഓ കൊറേ കാലമായി ഈ പരിപാടി തുടങ്ങി. മറ്റേ കാജും ഞാൻ വെട്ടി മുറിച്ചു. ഞാൻ തന്നെ ഞാൻ കാത്തു. എന്താ ഇവിടെ പ്രശ്നം? ഓന്റെ കുട്ടീന്റെ അടുത്ത് വന്നിക്കണോനെ പുടിച്ച് കെട്ടിച്ചാ പുടിച്ച് കെട്ടിച്ചാ എനിക്ക് സമ്മതമാണ്. ആർക്ക് സമ്മതം? ഒരു മിനിറ്റ് അയാൾക്ക് സമ്മതമല്ലാതെ എത്ര പ്രായം ഉണ്ടെങ്കിൽ ആരാണ് കെട്ടുക? അത് പറഞ്ഞാൽ പറ്റൂല. അതിന് ചാടിയപ്പോ നോക്കേണ്ടത് ഇങ്ങനത്തെ ആൾക്കാരെ കല്യാണം എളുപ്പം പിടിച്ച് കെട്ടിച്ചാണ്. അഞ്ച് സമ്മതം ആരാ നോക്കണു? ഇന്നെ കല്യാണം ഇന്ന് നടക്കൂല. ഇന്ന് പറ്റൂലെങ്കിൽ നാളെ. ഇവിടെ 5-6 കല്യാണം ഉണ്ട് മുടക്കിയിട്ട് ഈ പ്രായം വരെ ഞാൻ കെട്ടാതെ നിൽക്കുന്ന 5 ഒറ്റ കാരണത്തലാണ്. ഇവരെ വാപ്പാനെടുത്ത് കൊണ്ടുപോകണവനെ നിങ്ങളെ ചെറുക്കല്ലേ നമ്മളെ ഉസ്മാക്കാന്റെ പേരിൽ മതിലടി. ഉസ്മാന്റെ നല്ല ബന്ധമാണ്. കുറെ കാലം കൊണ്ട് തുടങ്ങിയിട്ട് ഉസ്മാക്ക പറയുന്നത് കല്യാണം നടത്തണം. അങ്ങനെയുള്ള എന്റെ കല്യാണം നടന്നിട്ട് കല്യാണം ഉറപ്പിച്ചു ഉസ്മാക്ക.
എല്ലാവർക്കും വിളിച്ചാൽ ഉസ്താദേ അതിന്റെ മകളെ കല്യാണം ശരിയാക്കണേ അസർക്ക് നിൽക്കാതെ. ഇന്ന് അസറിന് കല്യാണം എന്ന് പറഞ്ഞ ചെങ്ങനെ ഡ്രസ് എന്തെങ്കിലും ഉണ്ട്. വളാഞ്ചേരി കുറ്റിപ്പുറം റോട്ടിലെ ഓട്ടോമാൻ നടക്കാണ്ട് ഷോപ്പുണ്ട്. ആരാണെന്ന് കുഞ്ചിറാവ് സ്പീക്കിംഗ്. ഇഞ്ചിമാവ് പീച്ചിക്കണേ പീച്ചോൾക്ക് പോയി വിളിച്ചങ്ങായി. താങ്കളുടെ ഫോൺ എന്റെ ടീം ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റെ ഫോൺ ഇന്റെ അടുത്തുണ്ട്. ജാജായി നെട്ടിച്ചാൽ കോയിനെ പറഞ്ഞ് നെട്ടിച്ചണ്ട. ആരാണ് സൈന? അത് ചന്നോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളും സൈനയുമായിട്ടുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആരോട്ടിയച്ച് നിങ്ങൾ സൈനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റോസ് ഷർട്ട്. അതെ അതെ റോസ് ഉണ്ട്. തെളിവുകൾ പരസ്യമാക്കണ്ടെന്നുണ്ടെങ്കിൽ വിടല്ലേ പുറത്തേക്ക് വിടല്ലേ. 48,549 രൂപയുമായിട്ട് അതിപ്പോ എന്താ അങ്ങനെ ഒരു പൈസന്റെ കണക്ക്? പെരിന്തൽമണ്ണ മൈജി ഷോറൂമിന് മുന്നിലേക്ക് വരിക. ഞാൻ വരാം. എത്ര വെച്ചാ കൊണ്ടാ അടച്ചോനെ നാട്ടിൽ മുഴുവൻ അറിയാലോ. കുൽസോ കുപ്പാനെടുത്താ നിന്റെ പച്ചിച്ച് വാങ്ങിയല്ലോ നമുക്ക് കാട്ടരാ. അല്ല കാക്കാ, നിങ്ങൾ ആരെയാ കാത്തിക്കണേ? കുഞ്ചിറാവിനാണോ? തെളിവ് പുറത്ത് വിടരുത് കേട്ടോ. നമുക്ക് വേണ്ട എന്താ ചക്കാട്ടാ. ബോസ് ഉള്ളിലുണ്ട്. അടച്ചോനെ കുഞ്ഞാപ്പോ കുഞ്ചുമോനെ ഒന്ന് തന്നാണ്. ഒന്നിട്ട് കയറിക്കോ. അതിന്റെ ഫോൺ വാങ്ങുന്നുണ്ട്. ഇന്നോട് പറഞ്ഞാ പോരെ. നടക്കാണ് മനുഷ്യന്റെ പോതി ജീവൻ പോയി. എന്താ അവിടുത്തെ ഓഫർ പറഞ്ഞു? 31-ാം തീയതി. അന്നൊരു ഐഫോൺ വാതിൽ മുട്ടിന്നോ? അതിന് ന്യൂസ് കാണാൻ പറ്റണ്ടേ? ഇച്ചുണ്ടല്ലേ ഇവിടെ ഒരു വായ. ഓന്റെ അടുത്തല്ലേ 24 മണിക്കൂർ റിമോട്ട്. ഞാൻ ന്യൂസ് ഒന്ന് കാണട്ടെ വെച്ചാ. കുട്ടോളം കേറിയല്ലോ ചോളനുറുമ്പേ തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല. പോകുമ്പോ ചെറുമ്പാട് പോലുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ഉള്ള മഞ്ചാടിപ്പൊരി മുഴുവൻ കൊണ്ടോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന്. ഇന്റെ ടി വി ആണത്. എനിക്ക് ടി വിന്റെ പിറന്ന് ഞാൻ കരുതി തരാം. അവന്റെ കിണ്ടി മാറാപ്പ് ഞാൻ കാണിച്ചു തരാം. പീറാൻ കരുതി തരാം. അന്റെ ടി വി പോകാക്കോ. വാങ്ങിത്തരാം. അന്നോട് പറയാ ഞാനൊരു ടി വി കൊത്തി പൊട്ടിച്ചു. കുറഞ്ഞ കായ്ക്ക് ടി വി ഇട്ടുന്ന സ്ഥലം പറഞ്ഞ അതിനെന്തിനാ കോഴി കടി? മൂത്താപ്പ പറഞ്ഞു കോയനെ വിളിച്ചിട്ടുണ്ട്. മൂക്കാത്ത വായ വെച്ചിട്ട് വെട്ടാ പറയാ. ഞാൻ ആ തവളന്റെ പേരിക്കൊന്ന് പോയോക്കട്ടെ. തവളേ പടച്ചോനെ നീർക്കോലി പെട്ടു മനസ്സം ഇങ്ങോട്ടാണ് റബ്ബേ തുടങ്ങി. ഇതാണെങ്കിലും വാതിൽ മുട്ടിക്കണോ? അങ്ങനെ സമ്മതിച്ചേ മുട്ടിക്കണെങ്കിലേ മാറ്റതേ. വാതിൽ മുട്ടാനില്ല. ഇതിനെ വാതിൽ വെച്ചാൽ മനസ്സിൽ കുടിയിൽ കഴിഞ്ഞു വെച്ചിരിക്കാണ്. അടുക്കളയിലൊന്നും റാക്ക് വാർത്തിയില്ലേ തവളെ? നീർക്കോലിയെ മൾട്ടി ഫുഡോടാണ് ഇതിന്റെ പണി. വോൾട്ടേക്ക് അതിന്റെ പണി തുടങ്ങിയോ? നമ്മളെ ആസാരിയെ അത് ശരി. ധർമ്മരാജൻ വരും. അമൃതരാജുണ്ടോ? ലേസം കാട്ടി ഏറ്റവും തല വെട്ടാവുണ്ട് തവളെ. തലച്ചതിന് കുത്തം പൊളിച്ചേ കളഞ്ഞോ നീർക്കോലിയെ. അപ്പൊ അതിനുള്ള സാധനങ്ങൾ വാങ്ങി കൊടുത്തേക്കാൻ പറഞ്ഞു ചട്ടിപ്പറമ്പെന്ന്. അവിടെ ഉണ്ടല്ലോ ഒരു കട. അൻസോ എന്നാണ് അതിന്റെ പേര്. അതിന് ആൻസിന്റെ കടയിൽ നാളെ കിട്ടുമോ തവളെ? എല്ലാം എത്ര വെച്ചിട്ട് മനുഷ്യനോട് പറയാ. പോയോ ജിന്നാപം വരുവാൻ കൊടുത്തോ തവളെ? അല്ല പോയേ. എവിടെ കടാന്ന് പറഞ്ഞേ? ഇപ്പൊ എനിക്ക് ചെവിയർ കേട്ടല്ലോ. അൻസോ ഇന്റീരിയർ മാർക്കറ്റ് ഒരു കട ഉണ്ട് ചട്ടിപ്പറമ്പിലേന്ന്. പടച്ച തമ്പുരാനെ, ചട്ടിപ്പറമ്പിലാണെങ്കിൽ എല്ലാ സാധനത്തിനും വില കമ്മിയാണല്ലോ പോയേ. അപ്പൊ അതന്നെയല്ലേ നീർക്കോലി എന്നോട് ഞാൻ പറഞ്ഞത്. അവിടെ മൾട്ടിബോർഡും പ്ലൈവുഡും ഒക്കെ വില കുറച്ച് കിട്ടുന്നുള്ളേ. എന്നാ നേരത്തെ കളിച്ചൂടോ പോയേ. അതിനെങ്ങനെയാ എന്നോട് ഇപ്പന്റെ എന്നാ നടക്കേ ഞാൻ കാണിച്ചു തരാം. പെരപ്പണി എടുക്കാതെ നിങ്ങൾ വേറെ ആളെ പെരപ്പണിക്ക് വെച്ചൊന്ന് കാണാം. എവിടുക്കാംശ ഈ ആൾക്കാരൊക്കെ ഇന്റെ പെരപ്പണി നടക്കുന്നോടത്തോല് വേറെ ആൾക്കാരെ പെരപ്പണി എടുക്കാം. അപ്പൊ വീടിന്റെ അടപ്പിച്ചിട്ടേ ഒരു കൊടുത്തു ഞാൻ. നമ്മളാ ഉസ്മാൻ ഖാന്റെ വീട്ടിൽ കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. അത് തീർത്തിട്ട് വന്നു നമുക്ക്. അംസന്റെ പെരപ്പണി തീർക്കണിന്റെ മുന്നേ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ മിസീൻ മട്ടിക്കണം എന്റെ കാജും കാലും ഞാൻ മുഹൂർത്തുകൾ വേറെ ഉണ്ട്. കിട്ടും എന്ത് പണിയാ കാണിച്ചേ? നിങ്ങൾക്കുള്ള കഞ്ഞും ചോറും വെച്ച് കാണിച്ചു അംസന്റെ അവിടെ പണിക്കാം. ഉന്നാർ ഉസ്മാൻ അയാളത്ത് ഗുണ്ടാഴ്ച കാണിച്ചിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാണ്. അംസാന്റെ ഗുണ്ടാഴ്ച ഇന്ത്യ നടക്കൂലോ. അംസാക്ക വേണ്ട. നിന്റെ വാപ്പനപ്പം പുതിയപ്പളായി മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങളെ തലാക്കണം. കിട്ടോ സാധനം കേട്ടോ അത്ത കാട്ടച്ചത് കാണണം. ഓ നീച്ചതോ പണിക്കാരെ കൊണ്ടുപോയി. ഇവിടെ നിന്ന് വന്നാ ബോംബെയിൽ ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് ചേരി ഒഴിവാക്കിയല്ലേ ഈ 4 ഫാബ്രിക്കേഷന്റെ പണിക്കാർ. ഉസ്മാൻ ഖാനെ കൊന്നു. കുട്ടോ എന്റെ സൈറ്റിലെ പണി എന്താ? ഒരുപാട് സൈറ്റ് തീർക്കാണ്ട്. ഇതൊക്കെ കൂടി ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള പരിപാടി വരുന്നുണ്ട്. ഫാബ്രിക്കേഷന്റെ പണിക്കാർക്കുള്ള പരിപാടിയാണ്. കേരളത്തിലെ എല്ലാ ഫാബ്രിക്കേറ്റേഴ്സ് അന്നവിടെ വരുന്നുണ്ട്. ഇജ അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പണി എടുക്കണം സമയം കൊണ്ട് നമുക്ക് 3 പണി എടുക്കാം. അതിനുള്ള ഒക്കെ അവിടെ കിട്ടുന്നു. ഉസ്മാൻ ആയതുകൊണ്ട് വെറുതെ വിട്ടു. ആ ഉസ്മാഖാന്റെ പണി ആദ്യം തീർത്തു കൊടുക്കണം. ബോംബെയിലൊന്നും അങ്ങനെ കൊമ്പങ്കാട് പോയാ ഒരു 5 കിലോ പോത്തിറച്ചി വെച്ചൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് അങ്ങാടിക്ക്. വെക്കേഷൻ കഴിഞ്ഞില്ലേ? നാളെ ഞങ്ങൾ സൗദി അറേബ്യക്ക് പോവാണ്. എടുത്തു വെക്കാൻ ജാഥ വരുന്നു. നിങ്ങളൊന്നും ഇങ്ങോട്ട് അറിഞ്ഞിട്ടോ?
ഇപ്പച്ചി ഞാൻ റെഡി. ഇപ്രാവശ്യം പോകുമ്പോഴേ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ എല്ലാം കൊണ്ടുപോകണം. എല്ലാം വാങ്ങണമെന്നുണ്ടെ നിങ്ങളൊന്നും ഇറങ്ങി പോന്നാലല്ലേ. ഹൈ ഞാൻ പെട്ടി കെട്ടണ നേരത്തെ കടന്നാണ് കലപിലാണ്ട് കാര്യം ഉണ്ടാവില്ല. എനിക്ക് സ്കൂൾക്ക് മാറ്റിയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണേ. നിങ്ങൾ സൗദിക്കാണ്ട് എത്തി കഴിഞ്ഞാൽ അതിന് ഇത്ര റിയാസ്, ഇതിന് ഇത്ര റിയാസ്, അത് ടാഗ് വാങ്ങിയല്ലോ. റിയാസോ റിയാലേ ഞാനും വിചാരിച്ചു വേറെ വല്ല നോട്ടും സൗദി അറേബ്യ ഇറക്കിയോ നടക്കാണ്ട്. പോണോ? ഞങ്ങള് സൗദി അറേബ്യക്ക് പോവാനുള്ള നാളെ. അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് അങ്ങാടിക്ക് പോവാ. പൊന്നാറിന്റെ കോയക്ക നാട്ടിൽ നിന്ന് സാധനം വാങ്ങണ്ട. ലുലുമാള് നല്ല ഓഫർ ഉണ്ട്. ഞാൻ കുഞ്ഞാപ്പിനോട് പറഞ്ഞിട്ടാണല്ലോ. എന്നിട്ട് എന്താ ഇന്നോട് പറയാ ഉസ്മാനോട് പറഞ്ഞു. എന്താ പറഞ്ഞു? ഓഗസ്റ്റ് 28 തൊട്ട് 31 വരെ സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലുമാളും സാധനം പാചകർക്ക് കൊടുക്കണ്ടേ. എന്നാ എനിക്കത് നേരത്തെ പറഞ്ഞൂടാ. ഞാൻ മനസ്സിലായി ഈ കോലം കെട്ടിക്കാണ് വെറുതെ നടക്കണ്ടിന്നോ. എനിക്കത് ഇന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടായിരുന്നു. നാട്ടിയാൽ വരിക്ക് വെറുതെ എന്തൊക്കെ സാധനം വെട്ടി കളിച്ചോണ്ട് ബൗദ്ധ വയസ്സൊക്കെ ലുലുമാളിൽ സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 4 സാബോത്തിന് നമ്മളെത്തൂലേ. അതേതായാലും നന്നായി. ഏതായാലും ഇപ്രാവശ്യം പോകുമ്പോ നമുക്ക് ലഗേജ് ആയിട്ട് പോകണ്ടല്ലോ. നിങ്ങൾ അറിഞ്ഞോ 69 ഉറുപ്പിയുള്ളൂ. 69 ഉറുപ്പ്യ നിങ്ങളെ പറഞ്ഞില്ലേ? 69 ഉറുപ്പ്യ അറിഞ്ഞില്ലേ? 69 ഉറുപ്പ്യ. 69 കണക്ക് എന്താന്ന് ഇന്നറിയണം. അപ്പുണ്യേ ഇന്നെന്താ പ്രശ്നം? ഇന്നത്തെ പ്രശ്നേ 69 ഉറുപ്പ്യാണ്. അത് വെട്ടിലടക്കായിരിക്കും. വെട്ടിലിറക്കൊക്കെ ഒന്നല്ല. ആൾക്കാർ മുഴുവൻ 69 ഉറുപ്പ്യന്റെ കണക്ക്. ഇന്ന് എന്താന്ന് ആരും പറഞ്ഞിരുന്നില്ല. എന്റെ അടുത്ത് പാമ്പും കൂടി കളിച്ച സാധനം അയ്യോ നോക്കിക്കണെന്ന് പറഞ്ഞാ. പാമ്പും കൂടി അല്ലാതെ കബഡി കളിച്ചാൽ നേരെ ഞാൻ പോവാ. പരിഹാരമുണ്ട്. ഇരിക്കേ പലഹാരം കഴിഞ്ഞിട്ട് മതി. പലഹാരല്ല പരിഹാരം. ഇതാണ് ഞാൻ പറഞ്ഞ പലകെ. ആദ്യമ നോക്കേ കാലിന് കൈയെടുക്കുക. അവിടെ ഒരു ചൂട് കൂടി ഉണ്ട്. ശരി കാണുന്നുണ്ട്. എനിക്ക് കണ്ടില്ലല്ലോ. അത് കാണില്ല. ദിവ്യദൃഷ്ടി കാണാം. പെണ്ണൽമണ്ണ് അങ്ങാടി കാണുന്നുണ്ട്. ഒന്നിന് സൂം ചെയ്താ. ഇത് ഫോണല്ല. കണ്ടു കണ്ടു. അൽത്താസ്. അൽത്താസോ? അതിന്റെ മാരുവാനാണ്. ഓനൊരു 69 ഉറുപ്പ്യ എടുക്കാണ്ട്. അതാണ് ഇപ്പൊ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അല്ല അതുമല്ലേ കോയെ അത്യാസ്. അയ്യോ കോയെ ഒരു 69 രൂപ ഉണ്ടെങ്കിൽ കാട്ടുക. 69 ഉറുപ്പ്യക്ക് പരിഹാരം ഉണ്ടാക്കാനല്ല എന്റെ അടുത്ത് കൊന്ന്. പെരിന്തൽമണ്ണ അറ്റ്ലസിലെ ഒരുവിധ സാധനങ്ങൾക്കൊക്കെ 69 രൂപ ഉള്ളൂ. നാട്ടിൽ മൊത്തം എന്നിട്ട് നോമ്പ് അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പോവാ. വേണമെങ്കിൽ വരിക. ഞാനുണ്ട്. ഞാൻ എന്റെ മാരു അൽത്താസിന് 69 ഉറുപ്പ്യ എടുക്കാണ്ടായിട്ട് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞെടുക്കാൻ ചോദിച്ചു. അന്റെ തൊള്ളിയിൽ എന്താ പൂച്ച വെച്ച് നടക്കുന്നുണ്ടോ? നടക്കാണ്ട് മൂക്കട്ടെ എന്ന് വെച്ച് നോക്കുമ്പോ ജന്തുക്കൾ കൊത്തി നാസാക്കുക. ബദിരീങ്ങളെ മൂത്തതൊന്നാ വരുന്നു. തുണിയൊന്നും ഇല്ലാതെ നീർക്കോലി നടക്കണത്. ഇപ്പൊ അവിടത്തെ മറക്കലൊന്നും ഇല്ലേ? അവിടുത്തെ മരക്കെ മാറ്റി തുടങ്ങിയോ? അന്റെ കുടിയിരിപ്പിന്റെ കാര്യൊക്കെ എന്തായി? ഇച്ച് ചെവി കേൾക്കും. അനക്കാണ് കേൾക്കാത്തത്. കഴിയും പൊട്ട കരിങ്കട്ടെ ഇങ്ങോട്ടെ ഒരു കണ്ടായി നീർക്കോലിയെ കുടിയിരിക്കൽ അടുത്തക്കണോ? ഫർണിച്ചർ എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ പള്ളൂർ ചൊക്കിളിക്ക്. മിച്ചറന്നാണ്ട് പള്ളം വെക്കിളിയാക്കിട്ട് എത്താ കാര്യം കോയെ. കുത്താണ്ടല്ലോ ഞാൻ എല്ലാതും. കോയെ അന്റെ കൊലൊന്നും മൂത്തില്ലല്ലോ. ജാതി അന്റെ നോക്കി പടച്ച തമ്പുരാനെ. ഞാൻ തുണി എടുത്തിട്ടില്ലല്ലോ തവളെ. അത് ഇപ്പൊ കാണുള്ളൂ. ഇന്റെ പെരീത്തെ അൽമാർ അത്ര ഉള്ളടി. അതില് ഞാൻ നോക്കുമ്പോ എല്ലാം ഇട്ട പോലല്ലേ കാണണേ. അതിനാണ് നീർക്കോലി എന്നോട് ഞാൻ പറയേണ്ടതേ. ഞാൻ ഹോം ഡെക്കർ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ ഷോപ്പൊക്കെ പോകുന്നുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാവർക്കും അവനും വെള്ളം കൊടുക്കണ്ടോ? അനക്കിപ്പോ ചെവിയൊക്കെ ഉണ്ടോ? അങ്ങോട്ട് വാ. ഞമ്മളേ മാഹി ചൊക്ലിയില് ഹോം ഡെക്കർ എന്ന് പറഞ്ഞ ഫർണിച്ചറിന്റെ ഷോപ്പ് ഉണ്ട്. അവിടേക്ക് പോകാണ്. ഞാൻ ചെവി അവിടെ കൊണ്ടുപോയി കാണിച്ചോ. അപ്പൊ ആ വണ്ടി ശരിയാക്കി വന്ന് കല്യാണത്തിന് പോകാൻ കൂടുവോ? ഒരു കാണൂല്ലാത്ത വണ്ടിയായിരുന്നു. അതിന്റെ വയർ അങ്ങട്ടാക്കിട്ട് ഇങ്ങട്ടാക്കിട്ടുണ്ട്. നാസി കുസിയാക്കിയോ. കുഞ്ഞാപ്പോ കല്യാണം ഇന്നാണേ. ശരിയാക്കി തരാന്ന് പറഞ്ഞില്ല. എത്തത് പടച്ച തമ്പുരാനെ. എന്തേ ഒക്കെ പോയി. അതിന്റെ അന്തണ്ടൊക്കെ പോയി. അന്തം പോയിക്ക വണ്ടിന്റെ. ഞാനാണ് ഇതിമ്മ തൊട്ടും ചെയ്തു. അതിന്റെ 5 വരെ കാത്തു. എന്തിനാണ് വരെ കാത്തിട്ടല്ലേ? മെക്കാനിക്കൊക്കെ എന്നാ കൊടുക്കാതിന്റെ തല ഏതാണ്ട് കുറച്ചു കാലം ശരിയാക്കാൻ പറ്റുമോ? ഇതിന്റെ അറ്റ കട്ടയ്യ. നിങ്ങളെന്റെ പച്ചീനാണ്. ഞാൻ ഈ വയറ് കൊടുക്കുന്ന കുരിപ്പിനെ തെരഞ്ഞുകൊണ്ട് എടുക്കാം. ഞാനെന്നാണ് പച്ചീ. മനസ്സിനെ കത്തിച്ച് എത്ര കുഞ്ഞാപ്പോ എന്റെ ഈ കോലം? അത് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ആയതാ. കാറിന്റെ ഒക്കെ വയറിങ് പഠിപ്പിച്ച എന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ ഉള്ളത്? അതിനിപ്പോ പേടിച്ചാ കുഞ്ഞാപ്പോ ആ വാടകള അയ്യടി പോയി ചേർന്നാ പോരെ. നമുക്ക് കല്യാണത്തിന് പിന്നെ പോവാ. ഇതിനെ കുറിച്ച് പഠിപ്പിച്ചുള്ള ഒരു സ്ഥലം വരെ ഒന്ന് പോവാണ്ട്. അവിടെ വടകരയുള്ള IIT. അത് കിട്ടി. കല്യാണത്തിന് പോയതിനും വേണ്ടിയില്ല. മനസ്സിനെ കത്തി കഴിഞ്ഞ് നടക്കാൻ പറ്റാ. കുഞ്ഞാപ്പൂന്റെ വാപ്പ സൈനന്റെ ലൈന് മോനെ ജാടേ ഇച്ചോ ഇറങ്ങി കാനകളി മതി. എന്താ കൊഞ്ചല്? പച്ചിന്റെ മൂട്. എന്റെ മൂടോ? അതല്ല പച്ചിപ്പച്ചിന്റെ മൂട് മാറ്റാനേ. മാറ്റി. മോൾട്ട് പച്ചിപ്പച്ചിന്റെ സ്വഭാവം മാറ്റാൻ പറഞ്ഞോടെ. ഇന്റെ മൂട് മാറ്റാൻ അന്നെ വിട്ടൊക്കെ.
മോൾട്ടിയെ ഇവിടെ എന്തിനാ ഓരോന്ന് പറഞ്ഞാൽ വരെ മൂപ്പിച്ച് വിട്ടിട്ടുണ്ട്. അതല്ല ഇപ്പച്ചി, എല്ലാവരും റബ്ബി ലെവലിനല്ലേ കൂടി ഇരിക്കുക. അപ്പൊ എനിക്ക് കുറച്ച് ഫർണിച്ചറും സാധനങ്ങളൊക്കെ വാങ്ങാം. എന്റെ ആ നെളിച്ചിത്തരം എന്റെ അടുത്ത് നടക്കൂല. എന്നോട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലോ എനിക്ക് ഞാൻ വാങ്ങി തരാന്നുള്ളത്. അങ്ങള് വാങ്ങിയ നല്ല കണക്കായി, ഒക്കെ ലോക്കൽ സാധനങ്ങളെ. അതിന് എനിക്ക് പ്രീമിയം സാധനമാണെന്ന് നടക്കൂടെ നടക്കല്ലേ. ആ കണ്ടോ, ഓന് കാര്യം മനസ്സിലായി. അതിന് എന്റെ അടുത്ത് പൈസ ഇല്ല പറഞ്ഞാ പൈസ ഇല്ല. അതിന് വോൾട്ടേജ് പഠിച്ചണ്ട. ഇതെവിടെ പൈസ? ഇപ്പച്ചിന്റെ പോക്കറ്റുണ്ട്. പൈസ എടുത്ത് പോയിക്കേ കൊണ്ടേന്ന്. ആഹാ കൂച്ചിച്ചൂളാനെ കുറഞ്ഞ പൈസക്ക് എന്നാ സാധനം കിട്ടുന്നു അന്നാണ് എന്റെ കൂടി ഇരിക്കുക. ഇപ്പച്ചേ കുറഞ്ഞ പൈസക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കട ഉണ്ട്. ഓലനെ അവിടെ ഉണ്ടാക്കണോണ്ടേ കുറഞ്ഞ പൈസക്കാ കൊടുക്കണത്. എനിക്കറിയോ? എന്നാ ഞിച്ച് തൊള്ളർന്ന എന്റെ പാലടിച്ച് ഞാൻ പൊട്ടിക്കാം. അതെവിടെ? വട്ടപ്പറമ്പുള്ള LK ഫർണിച്ചറിലേ. അതൊക്കെ എല്ലാരും പറഞ്ഞ വർത്താനാണ്. ഓല് ഉണ്ടാക്കണോണ്ട് ഓർക്ക് കുറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റും. നേരിട്ടാണ് കണ്ടു ബോധ്യപ്പെടണം. ഞാനൊന്നും പോയി നോക്കട്ടെ. ഞാനുണ്ട് ഇപ്പച്ചേ. പോരെ.